UDF അധികാരത്തിലെത്തിയാൽ പെരിങ്ങാട് പുഴയോരം സംരക്ഷിത വനമാക്കാനുള്ള വിജ്ഞാപനം പിൻവലിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. പുഴയോരത്തെ സംരക്ഷിത വനമാക്കിയാൽ പ്രദേശത്തെ ജനജീവിതം തകരുമെന്നും മുരളീധരൻ പ്രൈം ടിവിയോട് പറഞ്ഞു. ചേറ്റുവയിലെ പക്ഷി സങ്കേതം പെരിങ്ങാട് തീരത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി. പെരിങ്ങാട് പുഴയോരത്തെ 234 ഏക്കർ പ്രദേശത്തെ വനഭൂമിയാക്കിയാൽ ഈ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ദുരിതത്തിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാപനത്തിനെതിരെ നിരവധി സമരങ്ങൾ UDF നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും സർക്കാർ പിൻവാങ്ങിയില്ലെങ്കിൽ അടുത്തുവരുന്ന UDF സർക്കാർ ഈ വിജ്ഞാപനം റദ്ദാക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു. ഈ 234 ഏക്കർ കണ്ടൽ വനമാക്കി മാറ്റിയാൽ തീരദേശ മേഖല പൂർണ്ണമായും തകരുന്ന അവസ്ഥയുണ്ടാകും. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വീട് വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. യഥാർത്ഥ കണ്ടൽക്കാടുള്ള ചേറ്റുവ പ്രദേശത്തെ 8 ഏക്കർ സ്ഥലം ഇപ്പോൾ തന്നെ പക്ഷി സങ്കേതമായി വികസിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തു കഴിഞ്ഞു. എന്നാൽ ഈ പെരിങ്ങാട് പുഴയുടെ 234 ഏക്കർ നാളെ റിസർവ് ഫോറസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ പക്ഷി സങ്കേതം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതും തികച്ചും തെറ്റായ ഒരു തീരുമാനമാണ്. സാധാരണക്കാരൻ്റെ ജീവിതം, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇതിനെ പൂർണ്ണമായിട്ട് ഹനിക്കുന്ന ഒരു നിയമമായി ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഈ നിയമം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ നിയമം ഞങ്ങൾ പിൻവലിക്കും.